ಹೊಡೆದೇ ಮಾಡೋದು. ನೀವು ಪೊಲೀಸನ್ನು ಕರೀರಿ. ಹಾಗಾದ್ರೆ ಪೊಲೀಸನ್ನು ಕರೀರಿ. ಹೋಗೋದಿಲ್ಲ. ನಾಳೆ ಹೋಗುದು. ಆಗಲ್ಲ. ನೀವೊಂದು ಲೇಡೀಸು. ನಾನು ಅವಳ ಇದರಲ್ಲಿ ಲೇಡಿ ಇದು ಮಾಡ್ತದೆ. ഹായ്, നമ്മുടെ കേരള ടു കർണാടക ട്രിപ്പിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ബ്രേക്ക് എടുത്തായിരുന്നു. അപ്പോൾ മടിക്കേരി ഒന്ന് തിരിച്ച് വന്നതായിരുന്നു. അതായത് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് മംഗലാപുരത്തേക്കാണ്. അതായത് മാംഗ്ലൂർ ഉള്ളാളം സോമേശ്വര ബീച്ച് പിന്നെ അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് നമുക്കിപ്പോൾ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും മെയിനായിട്ട് പോകുന്നത് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ഈ സമയത്ത് തന്നെ ഇങ്ങനെ കുട്ടികളെടുത്തുകൊണ്ടൊക്കെ പോകുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഉള്ളാളം പോകുന്നതെന്ന് പറഞ്ഞാൽ ഇസിനക്ക് മോൾക്ക് 2ാമത്തെ കൊച്ചിന് ഒരു നേർച്ചയുണ്ട്. സിസറിനായിട്ടാണ് പ്രസവിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു നേർച്ചയുണ്ട്. അപ്പോൾ അതൊന്ന് ആ നേർച്ചയൊക്കെ വീട്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് നമുക്ക് നല്ല നല്ല കാഴ്ചകളും ഒരുപാട് മക്കാമിൻ്റെ മക്കബറയുടെ വിശേഷങ്ങളും പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്കിപ്പോൾ ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാം. ഞാൻ അച്ചു. വെൽക്കം ടു അച്ചു ജാസ് വ്ളോഗ്സ്. അങ്ങനെ നമ്മളിപ്പോൾ ബായാർ റോഡിൽ നിന്ന് ഇപ്പോൾ കൈക്കമ്പ ജംഗ്ഷനിലേക്ക് എത്തി. ഇവിടുന്ന് റൈറ്റിലേക്കാണ് നമുക്ക് NH66, അതായത് നാഷണൽ ഹൈവേ 66ലേക്കാണ് ഇപ്പോൾ നമ്മൾ ചേർന്നത്. ലെഫ്റ്റ് കാസർഗോഡ് നിന്ന് വരുന്ന വഴിയാണ്. നമുക്ക് റൈറ്റിലേക്ക് നേരെ മാംഗ്ലൂർ വഴി. ഇവിടുന്ന് ഒരു 20 കിലോമീറ്ററാണ് നമുക്ക് ഉള്ളാളം ദർഗയിലേക്കുള്ളത്. ഇപ്പോൾ നമ്മൾ പോകുന്ന റോഡെന്ന് വെച്ചാൽ വെറും 2 വരി പാതയാണ്. അതായത് കേരളത്തിൻ്റെ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് 4 വരിയോ 6 വരിയോ അങ്ങനത്തെ ഒന്നും സംഭവം ഇല്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ചെറിയ റോട്ടിൽ കൂടി, അതായത് 1 വരി പോകാനും 1 വരി വരാനുള്ള സൗകര്യം മാത്രമേ ഈ റോട്ടിലുള്ളൂ. അതായത് തലപ്പാടി വരെ, കർണാടക ബോർഡർ വരെ ഇങ്ങനെയാണ് നമുക്ക് പോവേണ്ടത്. അപ്പോൾ നമുക്കിതിൻ്റെ കാഴ്ചകൾ, ഈ റോഡിൻ്റെ കാഴ്ചകളും അതുപോലെ ദർഗയുടെ കാഴ്ചകളും അതുപോലെ നമുക്ക് അവിടെ ഒരു ബീച്ചിലേക്കൊക്കെ പോയി അങ്ങനെ അടിച്ചു പൊളിച്ച് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിപ്പോൾ ഓമഞ്ചൂർ ചെക്ക് പോസ്റ്റ്, അതായത് മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ GSTയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ചെക്ക് പോസ്റ്റെല്ലാം, അതായത് സെയിൽ ടാക്സ് ചെക്ക് പോസ്റ്റൊക്കെ അടച്ചിരിക്കുകയാണ്. ഇപ്പോൾ മുമ്പൊക്കെ ഇവിടെ വണ്ടികൾ പൂരായിരുന്നു. മൊത്തം 2 സൈഡും ലോറികൾ ഇങ്ങനെ നിരന്ന് നിൽക്കുമായിരുന്നു. വാളയാറും ഈ വിധമൊക്കെ ബോർഡർ ചെക്ക് പോസ്റ്റിൽ ഇപ്പോൾ വണ്ടികൾ കുറവാണ്. 2-3 ടാങ്കർ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് അത് ഒരു എന്താ പറയുക ബ്രേക്കിന് വേണ്ടിയിട്ട് നിന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഒസ്സങ്കാടി എത്തി. അങ്ങനെ നമ്മൾ കേരളയിൽ നിന്നും കർണാടകയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. വെൽക്കം ടു കർണാടക, നൈസ് ടു മീറ്റ് യു. അതായത് നമ്മൾ തലപ്പാടി എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ടോൾ ബൂത്ത് നമുക്ക് കാണാം. അങ്ങനെ റോഡിൻ്റെ ഗതി മാറി ഇപ്പോൾ 4 വരി പാത നമുക്ക് കിട്ടി. നല്ല റോഡാണ്. കൊടുത്ത് പോകാം. ടോളെന്ന് വെച്ചാൽ ഓൺ സൈഡ് ഇപ്പോൾ ഫാസ്ടാഗാണ് മിക്ക വണ്ടികളിൽ. ഇപ്പോൾ ഫാസ്ടാഗ് ഫെസിലിറ്റീസാണ് ഉള്ളത്. അപ്പോൾ ഫാസ്ടാഗ് ഇല്ലാത്തവർക്ക് ഓൺ സൈഡ് മാത്രമേ ഉള്ളൂ 40 rupees ഒരു ചാർജ് വരുന്നുള്ളൂ. ഇപ്പോൾ മൊത്തം ലൈന് ഫാസ്ടാഗ് ആക്കി. പിന്നെ സൗകര്യങ്ങളൊക്കെ കൂടി വരികയാണ്. എല്ലാം ഡിജിറ്റലല്ലേ ഇപ്പോൾ. അപ്പം നമ്മുടെ വണ്ടിക്ക് ഫാസ്ടാഗ് ഒന്നുമില്ല, നോർമൽ ലൈനാണ് ഇപ്പോൾ പോകുന്നത്. നോർമൽ ലൈനല്ല, നമ്മളിപ്പോൾ ഫാസ്ടാഗ് ലൈനാണ് പോകുന്നത്. ലൈന് മാറിപ്പോയി, അതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഫാസ്ടാഗ് ലൈനിൽ കയറിയാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ 40 രൂപ കൂടുതൽ, അതായത് 80 rupees കൊടുക്കണം.
അങ്ങനെ നമുക്ക് ഈ ടോളിൽ നിന്ന് ചെറിയൊരു പ്രശ്നമുണ്ടായി. ഞാൻ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചിരുന്നു. അതായത് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് കൊണ്ട് വരുമ്പോൾ അടുത്തുള്ള ഒരു കൗണ്ടറിലുള്ള ഒരു പെണ്ണ് പ്രശ്നം ഉണ്ടാക്കി. നിങ്ങൾ ആരെയാണ് വീഡിയോ എടുക്കുന്നതോ അങ്ങനെ ഇങ്ങനെയെന്ന്. എൻ്റെ വൈഫാണ് വീഡിയോ എടുത്തുകൊണ്ട് വരുന്നത്, ഞാനുമല്ല. അപ്പോൾ അവർ പറഞ്ഞത് ഒരു ഏകോചന രീതിയിൽ അതായത് അവളും ഇയാൾക്ക് തെയ്യതൊരു മണിയൊരു എന്തെല്ലോ കന്നഡത്തിൽ ഒരുപാട് ചീത്ത പറഞ്ഞു. അപ്പോൾ ഒരു പെണ്ണിന് യോജിച്ചൊരു ഇതല്ല അതിപ്പോൾ ഞങ്ങൾ അതിന് പ്രതികരിച്ചു. അവിടെ തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ പോലീസിനെ വിളിക്കുക, ഞാനൊരു ബ്ലോഗറാണ്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, അല്ലാതെ നിങ്ങളെ സൗന്ദര്യത്തിൻ്റെ വീഡിയോ എടുക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞു. അവിടെ ആൾക്കാർ ചേർന്നു, ഒരുപാട് ആണുങ്ങളൊക്കെ വന്നു, അവിടുത്തെ സ്റ്റാഫുകളൊക്കെ വന്നു, ഭയങ്കര പ്രശ്നമായി. പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ എത്തുന്നത്, ഇവിടുത്തെ ഒരു മാനേജറുണ്ട് ശിവപ്രസാദ് എന്ന് പറഞ്ഞിട്ട്, അവനെൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ശിവനെ വിളിക്കുന്ന പറയുമ്പോൾ അവരൊക്കെ സൈലൻ്റായി. ശിവനെ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു. അങ്ങനെ ഞാനത് ശിവനോട് കംപ്ലയിൻറ്റ് ചെയ്യും എന്തായാലും. അപ്പം നമുക്കിപ്പോൾ തൊക്കോട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ തൊക്കോട്ട് നിന്ന് നമുക്ക് പോകേണ്ടത് ലെഫ്റ്റിലേക്കാണ്, ഉള്ളാളം റോഡ്. അപ്പോൾ തൊക്കോട്ട് ജംഗ്ഷനെത്തി തൊക്കോട്ട് നിന്ന് നമുക്ക് ഉള്ളാളം റോഡ് ലക്ഷ്യമാക്കിക്കൊണ്ട് പോകാം. ഇവിടുന്ന് വെറും 2 കിലോമീറ്ററേ ഉള്ളൂ ഉള്ളാളം ദർഗ, 2-3 കിലോമീറ്ററേ ഉള്ളൂ ഉള്ളാളം ദർഗയിലേക്ക്. അങ്ങനെ നമുക്ക് ഈ റൗണ്ട് പോട്ടിൽ നിന്ന് സെക്കൻഡ് എക്സിറ്റ് പോയി നമുക്ക് ഉള്ളാളം ദർഗയിലേക്ക്, അതായത് നമ്മുടെ മഹാനായ സയ്യിദ് മദനി വലിയുള്ളാഹിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ മൊത്തം നിറച്ച ആളാണ് കേട്ടോ. ഇപ്പോൾ കോവിഡിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ആൾ. ഈ ഉച്ച സമയത്ത് എന്ന് പറയാം ഇവിടെ ഒരു ഇതുണ്ട് സംഭവം. അങ്ങനെ നമ്മൾ ഈ കവാടം, അതായത് മക്ബറയിലേക്ക് പ്രവേശിക്കുന്ന ഈ കവാടം പാസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ എന്ന് വെച്ചാൽ നിറയെ ആൾ, കോവിഡിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ, എല്ലാം മറന്നുപോയി. ഈ ഉച്ച സമയത്ത് ഒരു ഉച്ചക്കഞ്ഞി കിട്ടുന്നുണ്ട്, അതായത് ഷിഫ കഞ്ഞി എന്നാണ് ഇവിടുത്തെ പേര്. അത് നമ്മൾ ഭക്തിയോടെ വിശ്വാസത്തോടെ നമ്മൾ ഈ കഞ്ഞി കുടിച്ചാൽ നമ്മളിലുള്ള എല്ലാ രോഗങ്ങളും, മാറാവ്യാധി രോഗങ്ങളൊക്കെ ഷിഫയാവുന്നതാണ് ഇവിടുത്തെ വിശ്വാസം. അതെങ്ങനെയാണ് നമ്മൾ വിശ്വാസത്തോടെ കഞ്ഞി കുടിക്കുക, രോഗങ്ങളൊക്കെ മാറിക്കിട്ടട്ടെ. അതിനാണിപ്പോൾ ഈ ഉച്ച സമയത്ത് ഇത്തരം തിരക്ക്. പാർക്കിംഗ് വരെ ഇല്ല, മൊത്തം തിരക്കാണ്. അപ്പോൾ എല്ലാ ദിവസവും ഇവിടെ ഉച്ചക്കഞ്ഞി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ, ദൂരയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇതാണ് ഉള്ളാളം ദർഗ. ദർഗയിലേക്ക് നമുക്ക് എൻ്റെ അകത്ത് സീതവരികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ദർഗയിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. അങ്ങനെ റബിയിലേക്ക് നല്ല കൊത്തുപണികളൊക്കെ ചെയ്തിട്ട് മനോഹരമായ ഒരു എന്താ പറയുക, ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഒരു പ്രത്യേക ഗന്ധവും അതുപോലെ പ്രത്യേക ഒരു അനുഭൂതിയും നമുക്ക് കിട്ടും. എല്ലാ ആൾക്കാരും ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. യാസീനൊക്കെ ഓതി മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ ഇവിടുത്തെ ഈ വലിയനെ മുൻനിർത്തി നമുക്ക് അള്ളാഹു പ്രതിഫലം തരുന്നതായിരിക്കും. നല്ല മനോഹരമായി എന്താ പറയുക, ഇതിൻ്റെ ആ കുബ്ബകളൊക്കെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്യാമറയിലേക്ക് കാണുന്നേക്കാളും ഭംഗിയാണ്. ഇവിടെ പോയവർക്കറിയാം, പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇത് ആണ് പള്ളിൻ്റെ അകത്തേക്ക് പോകുന്ന വഴിയാണിത്. വലിയ വിശാലമായ പള്ളി, ഒരുപാട് ആൾക്കാർക്ക് നിസ്കരിക്കാം. ഇവിടെ തൊട്ടടുത്തായിട്ടൊരു കിണറുണ്ട്, ഒരു ചെറിയ കിണർ. ഈ കിണറിൻ്റെ അകത്ത് ഒരുപാട് പൈസകൾ, അതായത് നോട്ടും കോയിൻസൊക്കെ നമുക്ക് കാണാം. സംഭവം എന്ന് വെച്ചാൽ എല്ലാവരും കാണിക്കായിട്ടിരുന്നതാണ്. ഇത് എടുക്കില്ല, എപ്പോൾ എടുക്കുന്നതെന്ന് അറിയില്ല. ഒരുപാട് പൈസ ഇവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി യാസീനോദി മനസ്സുരുകി പ്രാർത്ഥിച്ചു. ഞങ്ങൾ തിരിച്ചു വന്നു. ഇനി എൻ്റെ മോൾക്ക് ഒരുപാട് നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. ഇപ്പോൾ നമ്മൾ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കഞ്ഞിപ്പോൾ സമയത്ത് കുറച്ച് ലേറ്റായി, പക്ഷേ കഞ്ഞി ഉണ്ട് ഭാഗ്യത്തിന്.
ഇതാണ് എടുത്ത് കഞ്ഞി, ഇഫ കഞ്ഞി എന്ന് പറയും. കഞ്ഞിയും ചെറുപയർ കറി, പക്ഷേ നല്ല ടേസ്റ്റും പിന്നെ ആരോഗ്യത്തിനും സ്പെഷ്യൽ. നമുക്കിവിടെ എന്ത് മാരാരോഗങ്ങളുണ്ടെങ്കിൽ ഈ കഞ്ഞി നമ്മുടെ ഭക്തിയോടെ ഇതിൻ്റെ കരുതലോടെ കഴിച്ചാൽ ഇത് 100% മുക്തി കിട്ടും. അത് വെറുതെ പറയുന്നതാണ്, ആത്മാർത്ഥമായിട്ട് മരുന്ന് പോലെ കഴിച്ചാൽ. ഒരുപാട് ഗർഭം ധരിക്കാത്ത ഒരുപാട് സ്ത്രീകൾ ഗർഭം ധരിച്ചിട്ടുണ്ട്. പിന്നെ ക്യാൻസർ പോലത്തെ ഒരുപാട് രോഗങ്ങൾ മാറുന്നുണ്ട്. അങ്ങനെ പല അത്ഭുതങ്ങളും ഈ കഞ്ഞിക്കുണ്ട്. ഇതാണ് ഒരു സൈഡ്, അതായത് ബാക്ക് സൈഡാണ്. അത് ദർഗയുടെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിൽ നിന്നൊരു വലിയ കിണർ കാണാം. അതിപ്പോൾ അതിലും അങ്ങനെ ഒരുപാട് ചില്ലറകളും ഒരുപാട് പൈസകൾ അവിടെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ്, വിശാലമായ പാർക്കിംഗ് സൈഡ്. ഇവിടെ ഒരുപാട് എത്ര ക്രൗഡഡ് ആയാലും ഇവിടെ ഒരു പ്രശ്നമില്ല. വിശാലമായ സ്ഥലങ്ങളുണ്ട്. ഇതിൻ്റെ മുൻവശമാണ്. ഇവിടെ ഒരു വലിയൊരു കുളമുണ്ട്. ഇപ്പോൾ കുളത്തിൽ വലിയ വെള്ളം എന്നാൽ പണ്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കുളിച്ചുകൊണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം ആരും അങ്ങനെ ഇറങ്ങാറില്ല. അമ്പൽപ്പൂവൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ മനോഹരമായി തന്നെ ഈ കുളം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ദർഗയുടെ ഫ്രണ്ട് സൈഡ്. നല്ല എന്തൊരു ചന്തം തോന്നുന്ന ദർഗയാണ്. ഇതിവിടെ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ സ്റ്റേജും കാര്യങ്ങളൊക്കെയാണ് ഇത് അവർ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ചെറിയൊരു മക്ബറും കൂടിയുണ്ട്, ദർഗയും കൂടിയുണ്ട്. നമ്മുടെ മിനാരങ്ങളും ഗുബ്ബകളും ഇങ്ങനെ കാണാൻ എന്ത് രസമല്ലേ. അങ്ങനെ മഹാനായ സയ്യിദ് മദനി വലിയുല്ലാഹി അവർക്ക് സലാം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇവിടുത്തെ ഒരുപാട് കശ്ഫ് കറാമത്തുകളുള്ള ഒരു സ്ഥലമാണിത്. ഒരുപാട് ദൂരെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ ഇരിക്കാന്ന് വെച്ചാൽ അടുത്ത 20-30-40 കിലോമീറ്റർ ഉണ്ടെങ്കിലും പക്ഷേ നമുക്ക് വരാൻ അത്രയ്ക്ക് പറ്റത്തില്ല. വർഷത്തിലൊരിക്കലെങ്കിലും കൂടി അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഒരുപാട് ആൾക്കാർ ദൂരത്തൊക്കെ വരുന്നുണ്ട്. ഒരു കൊല്ലം ഷാ എന്ന് പറഞ്ഞൊരു ആക്ടറുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കാൻ ഞാൻ ഫോട്ടോ ഇതിൽ കാണിക്കാം. പുള്ളി മാസത്തിലൊരിക്കലും ഇവിടെ വരും. ഈ കഞ്ഞിൻ്റെ സമയത്ത് ഈ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രം കൊല്ലത്തുനിന്ന് സ്ഥിര ഒരു സന്ദർശകനാണ് പുള്ളി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ പുള്ളിയെ കണ്ടു. അങ്ങനെ കഥകളൊക്കെ പറഞ്ഞു. പുള്ളി ചോദിക്കും, നിങ്ങൾ ഇത്ര അടുത്തായിട്ട് നിങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്, ഞങ്ങൾ ദൂരത്തുനിന്നൊക്കെ മാസത്തിലൊരിക്കൽ ഇവിടെ വരാറുണ്ടെന്നൊക്കെ. അങ്ങനെ ദൂരെ ഉള്ളവർക്കൊക്കെ ഒരുപാട് വിശ്വാസമാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ ഒരു കടലുണ്ട്, ഒരു ബീച്ച്. അങ്ങനെ ആ ബീച്ചിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ മനോഹരമായ നല്ലൊരു ശാന്തസുന്ദരമായൊരു ബീച്ച് തന്നെയാണ് ഇത്. ഞങ്ങൾ ആക്ച്വലി വന്നത് ഇപ്പോൾ ഇങ്ങോട്ട് സൈഡ് കൊണ്ട് ഇവിടെ പാർക്കിംഗ് കാര്യങ്ങളൊന്നുമില്ല. അതിന് വേറൊരു റോഡുണ്ട്, അവിടെ പാർക്കിംഗ് സൗകര്യം ഒരുപാട് ആൾക്കാരൊക്കെ വരുന്ന ആ വഴിക്കിൽ കൂടിയാണ് ഞങ്ങൾ ഈ വഴി വന്നതുകൊണ്ട് ഇത്രയൊരു അങ്ങനെ തിരിയും തീരവും. അത് ആ സൈഡിൽ നിന്ന് വെയിൽ ഭയങ്കര അടിക്കുന്നുണ്ട്. അങ്ങനത്തെ വിഷ്വൽസ് കിട്ടുന്നില്ല. ആ സൈഡത്തെ വിഷ്വൽസ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അവിടെ നിന്നാണ് ഈ സൺലൈറ്റ് ഇങ്ങോട്ട് വരുന്നത്. അതാണ് ബുദ്ധിമുട്ട്. എന്തായാലും കൊള്ളാം. അങ്ങനെ ഷാനുവിന് ബീച്ച് ചാടി കയറാൻ ഒരു പേടിയില്ല. ഇതൊരു വെള്ളമാണ് അങ്ങനെയൊക്കെ. അപ്പോൾ അവന് നടുവരെ പോയി വരാമെന്നായിരിക്കുന്നത്, നടുക്ക് കൂടി പോയി വരാമെന്ന്. അങ്ങനെ വിശാലമായ കടൽ, തിരമാലകൾ ഇങ്ങനെ
അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ ആ ഒരു സംഭവമൊക്കെ ഉള്ളത്. ഇപ്പോൾ ഇവർ ഒരു ബോട്ട് ഇങ്ങനെ കയറ്റുന്നുണ്ട്. ആ ബോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ തള്ളിക്കൊണ്ടുപോയിട്ട് ഒറ്റ ചാടി കയറും. ഇങ്ങനെ ഇത് എഞ്ചിന് ഘടിപ്പിച്ചൊരു ബോട്ടാണ്. അങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അവരിതാ ഇങ്ങനെ അലയിലൂടെ ഇങ്ങനെ തെന്നി ആ ബോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മറ്റേത് ബൊഹാരിയോ അങ്ങനെ ചുഴലിക്കാറ്റിൻ്റെ ആ ഒരു പ്രശ്നമുള്ള സമയമാണ്. അതുകൊണ്ട് ഇവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അറബിക്കടലല്ലേ. അങ്ങനെ എന്നാലും ചെറിയൊരു പേടിയുണ്ട്. നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കുന്നത് കണ്ടാൽ തിരിച്ച് പോവാം. അങ്ങനെ ആ ബോട്ട് ഇതെങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല ഇങ്ങനെ പാറകളിങ്ങനെ കൊണ്ടുവച്ചിട്ട് നല്ലൊരു ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ലൊരു കിട്ടിയൊരു ലൊക്കേഷനാണ്. നല്ലൊരു രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഷാനു ഈസിന പിന്നെ അതുപോലെ ഷബനൊക്കെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പ്രകൃതി ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ ആൾക്കാരുണ്ട് കേട്ടോ. ബീച്ച് സൈഡ് ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഇവിടെ കുറച്ച് പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന കുറച്ച് സാധനമൊക്കെ ഉണ്ട്. അതായത് ഹാൻഡിൽ പാഡിൽ ബോട്ടുകളൊക്കെ ഉണ്ട്. അതിന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് പോകണം. 40 റുപ്യ എന്തെങ്ങാണ്ടുള്ളൂ. ആ 40 റുപ്യാണ് ടിക്കറ്റ്. അങ്ങനെ ഷാനിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരാഗ്രഹം, ഷാനിന് ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇരുന്ന് പെഡൽ ചെയ്യുന്നുണ്ട്. പത്ത് മിനിറ്റ് ഇങ്ങനെ കളിച്ചാൽ 40 രൂപയാണ് ടിക്കറ്റ്. എന്തായാലും കൊള്ളാം. ചെറിയ ചെറിയ കുട്ടികൾക്ക് സാധാരണ ചെയ്യാനുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഷബ്നാൻ്റെ അങ്ങോട്ട് ആ സൈഡുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വന്നത് ഈ വഴിയില്ല. അപ്പോൾ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് തിരിച്ച് പോവുകയാണ്. തിരിച്ച് പോയിട്ട് ഇങ്ങനെ നാട്ടിലേക്ക് ഇങ്ങനെ തിരിച്ച് പോകണം. തിരിച്ച് പോകുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയുണ്ട് കാഴ്ചകളൊക്കെ എന്നൊക്കെ നോക്കാം. നമുക്ക് പോകേണ്ടത് ഈ ഒരു വഴിക്കൂടെയാണ് പോകേണ്ടത്. ഇവിടെ പാർക്കിംഗ് സൗകര്യം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ വരുന്നവർക്ക് ഈ വഴിക്കൂടെയാണ് വരേണ്ടത്. ഞങ്ങൾ ആ സൈഡ് കൊടുത്ത് എൻ്റെ ഒരു വണ്ടി മാത്രമേ അപ്പുറത്തെ സൈഡ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് ഉപ്പള അതായത് ഉപ്പള ഗേറ്റിൻ്റെ അടുത്ത് ഒരു ഹബ്ബ് ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടു. അങ്ങനെ അകത്ത് കയറി. ഇത് യഥാർത്ഥത്തിലൊരു കോഫി ഷോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഒരാൾക്ക് 30 രൂപയാണ് പ്രവേശന ഫീസ്. അങ്ങനെ ചെറിയ പൊടിക്കൈകളൊക്കെ ഇവിടെ ഉണ്ട്. പിള്ളേർക്ക് കളിക്കാനുള്ള ചെറിയ സംഭവം, വലിയ സംഭവമൊന്നുമല്ല, ചെറിയ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ സംഭവങ്ങൾ കാണാം. പിന്നെ നല്ല എന്താ പറയുക, ആംബിയൻസ് നല്ല അടിപൊളിയാക്കിയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രാസൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് പിന്നെ ഒരുപാട് ഊഞ്ഞാലുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിള്ളേരെ ആകർഷിക്കാനുള്ള പിള്ളേരല്ല വലിയവരെയും ആകർഷിക്കാനുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവർക്ക് ഇവിടെ നിന്ന് വന്നിട്ട് ഫുഡ് കഴിച്ചാലോ അല്ലെങ്കിൽ കോഫി കുടിച്ചില്ലെങ്കിലോ ഇവർക്ക് വലിയ നഷ്ടങ്ങളൊന്നുമില്ല. നമ്മൾ നേരത്തെ കണ്ട ഹാൻഡിൽ പാഡിൽ ബോട്ട് ഇവിടെയും ഉണ്ട്, ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള. അങ്ങനെ അവൻ പറഞ്ഞു ഇവിടെയും കളിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ വെള്ളത്തിൽ കയറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കും വെള്ളത്തിലിറങ്ങാനെന്ന് തോന്നുന്നുണ്ട്. അവിടെ വന്നിട്ട് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ 15 മിനിറ്റാണ് ഇവിടുത്തെ സമയം. അതായത് 30 രൂപയാണ് ഇത് ടിക്കറ്റ്. നമ്മൾ പ്രവേശന ഫീസ് 30 രൂപ അല്ലാതെ ഇതിലേക്ക് കയറണമെങ്കിൽ വേറെ 30 രൂപയും കൂടി കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു 15 മിനിറ്റാണ് ഇതിൻ്റെ അകത്തുള്ള സമയം. അത് കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ കാഴ്ചകൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചിട്ട് വലിയ സംഭവങ്ങളൊന്നുമില്ല.
പക്ഷേ ഒരു കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ചെറിയൊരു പാർക്ക്. നല്ല അടിപൊളി രീതിയിൽ ആംബിയൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരുടെ ബിസിനസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അപാരം തന്നെ, പറയാതിരിക്കാൻ വയ്യ. ആകർഷിക്കുന്നൊരു സംഭവം. ഞാനിപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് കയറി. എന്തോ സംഭവം ഉണ്ടെന്ന്, ചിൽഡ്രൻസ് പാർക്ക്സ് അങ്ങനത്തെ ഒരു ബോർഡൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. ഇവിടെ പ്രത്യേകിച്ചിട്ട് ഒന്നുമില്ല. ഹബ്ബ് കഫേ ആൻഡ് ബാക്ക്, ആ ബാക്കിൻ്റെ ഒരു ഹബ്ബ് ചിൽഡ്രൻ പാർക്ക്. ഇത് എവിടെയെന്ന് വെച്ചാൽ ഉപ്പള ഗേറ്റിൻ്റെ അടുത്താണ്. ഉപ്പള ടൗൺ കഴിഞ്ഞിട്ട് ഉപ്പള ഗേറ്റിൻ്റെ അടുത്താണ് ഈ സംഭവം ഉള്ളത്. അപ്പോൾ ഇവിടെ ഫുഡൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് തോന്നുന്നുണ്ട്, അറിയില്ല. പിന്നെ ഫുഡ് കഴിക്കാൻ വേറെ സ്ഥലത്ത് പോകാം. ഇതൊരു അട്രാക്ഷൻ, അതായത് കുട്ടികൾക്കല്ല മുതിർന്നവർക്ക്. നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ട് ഇവിടുത്തെ ആംബിയൻസൊക്കെ കണ്ടിട്ടാണ് നിർത്തിയതും പിന്നെ അകത്തേക്ക് വരുന്നതും. ബിസിനസ് മൈൻഡ് കൊള്ളാം ഇവരുടെ. എന്താ വെച്ചാൽ ആൾക്കാരെ ആകർഷിച്ചിട്ട് അവരുടെ കഫയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ ഇവർക്ക് ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഇങ്ങനെ ടിക്കറ്റിൽ മുതലാവും. ഒരാൾക്ക് 30 രൂപ ഉണ്ടല്ലോ, ഞങ്ങൾ 3 പേരുണ്ട്, 90 രൂപ നമുക്ക് അവിടെ തന്നെ കിട്ടി. അപ്പോൾ അവർക്ക് നഷ്ടമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു പൊടിക്കൈകൾ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് നടത്തുന്ന എന്തോ വലിയ സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്തേക്ക് പോയാലേ ഞാൻ. അപ്പോൾ നമുക്ക് പോകാം. ഈ വരുന്ന 9-ാം തീയതി എൻ്റെ മോളുടെ ബർത്ത്ഡേ, 1 വയസ്സായി. അപ്പോൾ അവർക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കാണ്ട് ചെറിയൊരു ഷോപ്പിംഗ്, അവർക്ക് ഒരു ചെറിയ ഡ്രസ്സൊക്കെ വേണം. അങ്ങനെ ഞങ്ങൾ മോൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ലിറ്റിൽ ബേബി എന്ന ഒരു ഷോപ്പിലേക്കാണ്, ഉപ്പളയിലുള്ള, കാസർഗോഡ് ഉപ്പളയിലുള്ള ഒരു ഷോപ്പിലേക്കാണ് ഞങ്ങൾ വന്നത്. ഇവിടെ ഒരുപാട് ഐറ്റംസുകൾ പിള്ളേർക്ക് എന്താ പോട്ടീസും കാര്യങ്ങളും, ഒരുപാട് ടോയ്സുകളും കുട്ടിയുടുപ്പുകളും ഒരുപാട് ഐറ്റംസുകളുണ്ട്. ഇവിടുത്തെ സ്റ്റാഫാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ സ്റ്റാഫിനെയാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണ്. പിന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ വലുതായിട്ട് റേറ്റ് ഇല്ല. കുട്ടികളുടെ ഉടുപ്പുകൾക്കൊക്കെ നല്ല റേറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും സാധാരണ ഒരു റേറ്റാണ്. നല്ല മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വേറെ ബോയ്സിന് വേറെ ഗേൾസിന് വേറെ അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഷോപ്പാണുള്ളത്. അങ്ങനെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ഡ്രസ്സ് സെലക്ട് ചെയ്തു. ഈ ഒരു ഡ്രസ്സാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. നല്ല അടിപൊളി. പിന്നെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഇവിടെ നമുക്ക് കാണാം. പിന്നെ ഷാനിനൊരു ടീഷർട്ടും കൂടി മേടിക്കുന്നുണ്ട്. ഇവൾക്ക് മാത്രം എടുക്കുമ്പോൾ അവന് എടുത്തില്ലെങ്കിൽ അവന് ചൂടാവും. അതുകൊണ്ട് ഷാനിനൊരു നല്ലൊരു ടീഷർട്ടും കൂടി എടുത്തു. അങ്ങനെ ഞങ്ങൾ പാക്ക് ചെയ്തു, തിരിച്ച് വരികയാണ്. ഇവിടുത്തെ പറയാതിരിക്കാൻ വയ്യ, സ്റ്റാഫ് വെരി ഗുഡ് സ്റ്റാഫാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു. ഉപ്പള നയ ബസാറിൽ അറേബ്യൻ മെക്സിക്കോ എന്ന റെസ്റ്റോറൻറ്റിലൊക്കെ ഞങ്ങൾ സ്ഥിരം ഈ വഴി പോയാൽ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. വെച്ചാൽ നല്ല ഫുഡ് എന്ന് വെച്ചാൽ എന്താ പറയുക, നല്ല ടേസ്റ്റുള്ള ഫുഡ്. ഞങ്ങൾ മാംഗ്ലൂർ പോയാൽ അത്ര ലേറ്റ് ആയാലും ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കും. ഞങ്ങൾ ഉച്ചക്ക് കഞ്ഞി കുടിച്ചതാണ്. ഞങ്ങൾ അവിടെ നിന്ന് ദർഗയിൽ നിന്ന് കഞ്ഞി കുടിച്ചാണ്. ഇത് സാധാരണ ഒരു റെസ്റ്റോറൻറ്റ്. അങ്ങനെ ഞങ്ങൾ അൽഫാമും പിന്നെ അതുപോലെ ബട്ടർ നാനും കാര്യങ്ങളൊക്കെ കഴിച്ചു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഒരുപാട് ലെന്തായെന്നറിയാം, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ എല്ലാവരും കാണുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.